Hello class, welcome to English Grassroots. Today's topic is writing an appreciation of a poem. കവിതയുടെ ആസ്വാദനം തയ്യാറാക്കുന്നത് എങ്ങനെ? So, appreciation of a poem. This is a sure question for both +1 and +2 exams. 8 മാർക്ക് ഉണ്ടാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ appreciation of a poem എന്നുള്ളത്. And usually you are asked to write appreciation of an unseen poem, a fresh poem. ഇതുവരെ പഠിക്കാത്ത ഒരു കവിതയായിരിക്കും അപ്രീസിയേഷൻ തയ്യാറാക്കാനായിട്ട് തരിക. അതുകൊണ്ട് ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യൂഷ്വലി വാട്ട് സ്റ്റുഡൻസ് ഡു ഈസ് ദേ റൈറ്റ് എ പാരഫ്രൈസ് ഓഫ് ദ പോം. തന്നിരിക്കുന്ന കവിതയുടെ ഒരു പരാവർത്തനം തയ്യാറാക്കും. ദാറ്റ് ദേ സിംപ്ലി എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ പോം. അല്ലെങ്കിൽ ദേ ഗീവ് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ദാറ്റ് ആർ യൂസ്ഡ്. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരങ്ങളുടെയും അതുപോലെ റൈം സ്കീമിൻ്റെയും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ എഴുതി വെക്കും. ആൻഡ് ദാറ്റ് ഗെറ്റ്സ് ഇറ്റ് ഡൺ. ഇത്രയേ ഒരു അപ്രീസിയേഷൻ എന്നുള്ളത് കൊണ്ട് സാധാരണ ആൻസർ പേപ്പറിൽ കാണാറുള്ളൂ. An appreciation of a poem is much more than this because it's a very important skill. It's an artistic skill. It's a critical skill. അപ്പോൾ ഒരു കവിതയുടെ അപ്രീസിയേഷൻ എഴുതുക എന്നുള്ളത് വളരെ സൂക്ഷ്മമായ വിമർശന ബുദ്ധി ആവശ്യമുള്ള, സൗന്ദര്യബോധം ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത് വളരെ ലളിതമായി ഒരു പരാവർത്തനം എഴുതിയാലോ അല്ലെങ്കിൽ കവി ഉപയോഗിച്ചിട്ടുള്ള ചില ടെക്നിക്സ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് വി നീഡ് ടു നോ how to write an appreciation of a poem. So we are going to look at this in some detail, and we need to be looking at 3 important questions before we go to this. So question number 1 is, what exactly is a poem? That is, why study a poem? ഒരു കവിത പഠിക്കുന്നത് എന്തിന് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. Okay, why study a poem? And the second one is, what is a poem? What is a poem? കവിത എന്ന് പറഞ്ഞാൽ എന്താണ്? What is the difference between a poem and a prose passage? കവിതയും ഗദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? What is making a poem unique എന്നുള്ളത്. And third one, of course, we are going to our topic. Third one, how to write an appreciation. How to write an appreciation. ഒരു കവിതയുടെ ആസ്വാദനം തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? Let's look at these 3 questions in some detail so that we get to have a clear idea of the skill that is expected of us. നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി നിലവാരത്തിൽ, ഒരു ഇൻ്റർമീഡിയറ്റ് നിലവാരത്തിൽ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കവിതാ വായന ശേഷി എന്താണ്, അതനുസരിച്ച് എത്തരത്തിലാണ് നമുക്കൊരു അപ്രീസിയേഷൻ, ഒരു ആസ്വാദനം തയ്യാറാക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. So let us have a clear picture of this. Question number 1 is, why study a poem? ഒരു കവിത പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? So you say that when you learn a prose passage, you are getting some information out of it, some facts out of it. ഒരു ഗദ്യ പാഠഭാഗം പഠിക്കുമ്പോൾ അതിനകത്ത് വസ്തുതകൾ കിട്ടുന്നുണ്ട്, ഇൻഫർമേഷൻ, അറിവ് കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അറിവോ ഫാക്ട്സോ കിട്ടുന്ന ഒരു സാധനമല്ല കവിത എന്ന് പറഞ്ഞാൽ. പിന്നെ വൈ ഡു വി സ്റ്റഡി എ പോം? അതായത് ഈസ് ദർ എനി ഡയറക്റ്റ് ബെനിഫിറ്റ് ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് സ്റ്റഡിയിങ് എ പോം? മിക്ക സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കവിത അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ദേ ഡോണ്ട് ലൈക്ക് പോയിട്രി ആസ് സച്ച്. ഓക്കെ, ഇഫ് ദേ ഹാവ് എനി scope for any possibility for evading the study of a poem, they probably will do that. അത് മുതിർന്നവരാണെങ്കിലും ശരി, കവിതയുടെ വായനക്കാർ എന്ന് പറയുന്നത് എപ്പോഴും വളരെ കുറവാണ്. അപ്പോൾ അതിന് കാരണം കവിതയുടെ ചില സവിശേഷതകളാണ്. അപ്പോൾ എന്തിന് കവിത പഠിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിന് കവിത ആസ്വദിക്കണം, എങ്ങനെ കവിത ആസ്വദിക്കണം എന്ന് മനസ്സിലാവുകയുള്ളൂ. സോ വാട്ട് ആക്ച്വലി ഇസ് എ പേർപ്പസ് ഫോർ സ്റ്റഡിയിങ് എ പോം ഈസ്, specifically speaking, it actually improves our aesthetic skills. Okay. Aesthetic skill means our സെൻസ് ഓഫ് ബ്യൂട്ടി, ജീവിതത്തിൻ്റെ ഒരു സൗന്ദര്യാവബോധത്തിനെയാണ് ഈസ്തറ്റിക് സ്കിൽ എന്ന് പറയുന്നത്. ഈ ഈസ്തറ്റിക് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കവിതാ പഠനത്തിലൂടെ അല്ലെങ്കിൽ കലകളുടെ മൊത്തത്തിലുള്ള പഠനത്തിലൂടെ നമുക്ക് കൈവരുന്ന ഒരു ഗുണം. ഈ ഈസ്തറ്റിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്സ് അവർ വാട്ട് വി കോൾ അവർ ടേസ്റ്റ്.
Uh, taste, T-A-S-T-E, is not about physical taste. Taste is about the quality of our experiencing something. അഭിരുചി എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യുവർ സെൻസിബിലിറ്റി, യുവർ ടേസ്റ്റ്, യുവർ എസ്തെറ്റിക് സെൻസ്, all these things are improved. All these things are strengthened. All these experiences and all these qualities are strengthened once you study a poem. കവിതാ പഠനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നത് ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൽസാണ്, ഇത്രയും സങ്കീർണമായിട്ടുള്ള സ്കിൽസാണ്. ആൻഡ് ദിസ് ട്രെയിനിങ് cannot happen, it cannot take place through the study of a prose piece. ഒരു ഗദ്യ പാഠഭാഗം പഠിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുകയില്ല. ബിക്കോസ് പോയട്രി ഈസ് എ യുണീക്ക് ആർട്ടിസ്റ്റിക് ഡിസ്കോഴ്സ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള കലാപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു ഡിസ്കോഴ്സാണ് കവിത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കവിതയിൽ നിന്നും കിട്ടുന്ന ഈ നേട്ടം, ഒരു എസ്തെറ്റിക് സെൻസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ള ഈ ഒരു നേട്ടം, ടേസ്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ള നേട്ടം ഗദ്യത്തിൽ നിന്നും നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. Okay, that is one thing. So what do we mean by this? If we have a passion for poetry, if we have a taste for poetry, it actually influences the way in which we look at nature outside. പുറത്തുള്ള പ്രകൃതിയെയും ലോകത്തെയും മനുഷ്യരെയും ഒക്കെ നമ്മൾ കാണുന്ന രീതിയെ ഈ കവിതയോടുള്ള നമ്മുടെ അഭിരുചി മാറ്റിമറിക്കും. I shall give an example so that you will get an idea of this. Let us take some lines from poetry so that we will understand this. Okay, the poet T.S. Eliot is describing an evening. ഒരു സന്ധ്യാവേളയെ കവി T.S. എലിയറ്റ് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഐ തിങ്ക് ദ പോം ഈസ് ലവ് സോങ് ഓഫ് J. ആൽഫ്രഡ് പ്രൂഫ്രോക്ക്. ഈ കവിതയിൽ he says, let's go then you and I when the evening is spread out against the sky like a patient etherized upon a table. Let's go then you and I when the evening is spread out against the sky like a patient etherized upon a table. സന്ധ്യ ആകാശത്തിനെതിരെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗിയെപ്പോലെ വിളറിക്കിടക്കുമ്പോൾ നമുക്ക് പോവുക എന്ന് കവി പറയുന്നു. All of us have seen an evening, but we have never thought that we could be comparing this evening to a patient who is etherized, anesthetized on an operation table. നമുക്കൊരിക്കലും അത് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ let us go to a romantic poet like William Wordsworth. There he says, two people are walking against an evening and they say, the evening time is quiet as a nun. Okay, സന്ധ്യാവേള എന്ന് പറയുന്നത് ഒരു കന്യാസ്ത്രീയെ പോലെ നിശബ്ദയാണ്, നിശബ്ദമൂകയാണ് എന്ന് പറയുന്നു. Have we ever thought that we could be comparing an evening, a natural phenomenon, with a nun? We never thought of it. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വിഷനാണ് കവിത നമുക്ക് തരുന്നത്, കവികൾ നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുമാരനാശാനെ നോക്കുക. ഓക്കെ, all of us have seen flowers in full bloom and we have seen flowers fading down. പക്ഷെ നമുക്കൊരിക്കലും ഈ കുമാരനാശൻ പറയുന്നത് പോലെ ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നിതരോ രാജ്ഞി കണക്കയെ നീ എന്നുള്ള ഈ ഒരു ദർശനം, ഈ ഒരു പൂവ് വീഴുന്നതിൽ ലോകത്തിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഒരു പ്രതീകമുണ്ട് എന്ന് നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇത് നമ്മളെ തോന്നിപ്പിക്കുവാൻ, ഇത് നമ്മളെ കാണിച്ചു തരുവാൻ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് കവിതയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ പേരാണ് സൗന്ദര്യാനുഭവം എന്നുള്ളത്. സോ ആക്ച്വലി ദ എക്സ്പീരിയൻസ് ഓഫ് ബ്യൂട്ടി ഈസ് എ എക്സ്പീരിയൻസ് ഓഫ് ട്രൂത്ത്. കവിത നമുക്ക് സത്യം കാണിച്ചു തരുന്നു. അത് സൗന്ദര്യത്തിലൂടെ സത്യം കാണിച്ചു തരുന്ന ഒരു കലാസൃഷ്ടിയാണ്. ദാറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് യുണീക്ക്. അപ്പോൾ കവിത എപ്പോഴും തത്വചിന്തയുടെയും ദർശനത്തിൻ്റെയും ഒക്കെ അതിരിൽ നിൽക്കുന്ന ഒരു കലാരൂപമാണ്. നമ്മൾ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി, ലാളിത്യ ബുദ്ധിയോടുകൂടി അതിനെ ഒരിക്കലും കൈകാര്യം ചെയ്യുവാൻ പാടില്ല. സോ വൺസ് യു റീഡ് എ പോം, വെൻ യു റീഡ് എ പോം, read it with true seriousness and read it with your full mind and your full heart and your full consciousness, your full awareness. നമ്മുടെ പൂർണ്ണമായ അവബോധത്തോടു കൂടി തന്നെ വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കലാസൃഷ്ടിയാണ്, ഒരു സാഹിത്യ സൃഷ്ടിയാണ് കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ we are answering question number 1, why study a poem? We study a poem in order to be better human beings. അതിൻ്റെ ലളിതമായ ഉത്തരം അതാണ്. കവിത പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ കൂടുതൽ നല്ല, കൂടുതൽ സംവേദനശേഷിയുള്ള, കൂടുതൽ അനുഭവശേഷിയുള്ള നല്ല മനുഷ്യരായി, ആഴമുള്ള മനുഷ്യരാക്കി മാറ്റി തീർക്കും എന്നുള്ളതാണ്. വി ആർ ഓൾവേസ് കംപ്ലൈനിങ് ദറ്റ് വി ആർ ലിവിങ് അറ്റ് എ ടൈം വെൻ ലൈഫ് ഈസ് വെരി ഷാലോ. ജീവിതത്തിൻ്റെ ആഴം നഷ്ടപ്പെട്ടു എന്ന് പരാതി പറയുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ആഴം, ഇതിൻ്റെ അർത്ഥങ്ങളുടെ സങ്കീർണത, ഈ അനുഭവത്തിൻ്റെ ഇൻറ്റൻസിറ്റി വീണ്ടെടുക്കണമെങ്കിൽ നമുക്ക് കവിത വായിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ കവിതാ പഠനം എന്നുള്ളത് നമ്മുടെ പഠനത്തിൻ്റെ ഒരു കേന്ദ്ര ഭാഗമാണ്, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ, സോ ദാറ്റ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ 1. Now we go to what exactly is a poem. We look at this. This has no simple answer. Okay, this is the question. കവികൾ തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ വില്യം വേർഡ്സ്വർത്ത് has said that it's a spontaneous overflow of powerful feelings. വികാരങ്ങളുടെ അതിശക്തമായിട്ടുള്ള ഒരു കവിഞ്ഞൊഴുക്കാണ് കവിത എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് an overflow of strong feelings, powerful feelings. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി എന്ന് പറയുന്നുണ്ട്. സോ somewhere you have experienced something and you are trying to recollect, you are trying to remember those experiences, that results in the creation of a poem എന്ന് പറയുന്നു. ഓർത്തെടുക്കുന്ന വികാരങ്ങൾ, ഓർത്തെടുക്കുന്ന സന്ദർഭങ്ങൾ, ഓർത്തെടുക്കുന്ന അനുഭൂതികളെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കവിത ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഷെല്ലി എന്നത് പോയറ്റ്, he says that Percy B. Shelley, he says that poets are the unacknowledged legislators of the world. A legislator is a lawmaker. ലോകം അംഗീകരിക്കാത്ത നിയമനിർമ്മാതാക്കളാണ്. ലോകത്തിൻ്റെ നിയമങ്ങൾ, ജീവിതത്തിൻ്റെ നിയമങ്ങൾ സൃഷ്ടിക്കുന്ന നിയമനിർമ്മാതാക്കളാണ് കവികൾ എന്നാണ് ഷെല്ലി പറയുന്നത്. അല്ലെങ്കിൽ ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ബെസ്റ്റ് പോസിബിൾ ഓർഡർ എന്ന് അലക്സാണ്ടർ പോപ്പ് പറയുന്നുണ്ട്. ഓക്കെ, ഏറ്റവും നല്ല വാക്കുകൾ അവയുടെ ഏറ്റവും നല്ല രൂപത്തിൽ അടുക്കി വെച്ചിട്ടുള്ളതാണ് കവിത എന്ന് പറയുന്നുണ്ട്. Keats, another great poet, has said that if poetry doesn't come like leaves to a plant, it better doesn't come at all. ചെടിയിൽ ഇലകൾ ഉണ്ടാവുന്നത് പോലെ സ്വാഭാവികമായിട്ടല്ല കവിത വിരിഞ്ഞു വരുന്നതെങ്കിൽ അത് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. ഇതൊക്കെ കവിതയെക്കുറിച്ചിട്ടുള്ള വലിയ സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്നത്. ബട്ട് ദീസ് തിങ്സ് ആക്ച്വലി ഡു നോട്ട് പിൻ പോയിന്റ് വാട്ട് എക്സാക്ട്ലി ഈസ് എ പോം. നമ്മുടെ ചോദ്യം വാട്ട് എക്സാക്ട്ലി ഈസ് എ പോം എന്നുള്ളതാണ്. അപ്പോൾ the one thing with surety we can say is that a poem is a special kind of discourse. ഇത് വളരെ ഷുവർ ആണ്. A special discourse. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ആഖ്യാനം, പറച്ചിൽ, അവതരണം എന്നൊക്കെയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവതരണത്തെയാണ് കവിത എന്ന് പറയുന്നത്. ദിസ് ഈസ് a fundamental principle because a poem is never comparable with a prose piece. ഒരു ഗദ്യഖണ്ഡവുമായി ഒരു പ്രോസ് പീസുമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു യുണീക്കായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു കലാ അവതരണമാണ്, ഒരു സാഹിത്യ അവതരണമാണ് കവിത എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ ഡിസ്കോഴ്സ്. ഒന്ന്, it's a special use of language, we can say. Okay, special use of language. ഇവിടെ ഈ സ്പെഷ്യൽ യൂസ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ വി ആർ യൂസിങ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ്. എന്തെങ്കിലും ഒരു ആശയം അവതരിപ്പിക്കാൻ വേണ്ടി ഒക്കെയാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കവി ഭാഷ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ആ ആശയം നമുക്ക് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനേക്കാൾ വലിയ ഒരു ലക്ഷ്യം, അനുഭവം പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കവിതയ്ക്കുണ്ട്. അപ്പോൾ ഫോർ ദാറ്റ് he is using a special kind of language. എന്താണ് കവി ചെയ്യുന്നത്? He is creating a distorted kind of language. You can say that a distorted kind of language. ഒരു നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്രമങ്ങൾ മാറ്റിയിട്ടുള്ള ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. The poet is using the same words as we are using. നമ്മൾ ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ് കവിതയിലും ഉപയോഗിക്കുന്നത്. പക്ഷെ കവി ഈ വാക്കുകളെ ഒരു പ്രത്യേക രൂപത്തിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റ് കംസ് ടു ക്രിയേറ്റ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് മീനിങ്. So I'm giving you one small example from an American poet, a black American poet, Cesar Vallejo. One line of his poem, "My problem is not that I am black, my problem is that I am not white." അമേരിക്കയിലെ ഒരു നീഗ്രോ കവി പറയുന്നതാണ്, എൻ്റെ പ്രശ്നം ഞാൻ കറുത്തവനാണ് എന്നുള്ളതല്ല, എൻ്റെ പ്രശ്നം ഞാൻ വെളുത്തവനല്ല എന്നുള്ളതാണ് എന്നാണ്. And we all know about apartheid and color discrimination and racism and all those things in America, in a place like America. So this
this awareness, this knowledge is brought with all intensity in one line. ഒറ്റ വരി കവിതയിൽ ഈ ഒരു സംഭവം അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ another line from him, America where liberty is only a statue. സ്വാതന്ത്ര്യം വെറുമൊരു പ്രതിമയായ അമേരിക്ക. വി ഓൾ നോ ദാറ്റ് അമേരിക്ക ഹാസ് ദിസ് ഗ്രേറ്റ് സ്റ്റാച്യു, ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. കവി അതിനെ നേരെ ആ സങ്കല്പത്തെ തന്നെ, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ എന്നുള്ള ആ സങ്കല്പത്തെ തന്നെ തലതിരിച്ചിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ ഹി ഈസ് ക്രിയേറ്റിംഗ് അനദർ എക്സ്പീരിയൻസ്. So the poet is deliberately distorting the kind of language that he is using. Okay, ഉപയോഗിക്കുന്ന ഭാഷയെ സവിശേഷമാക്കി മാറ്റുന്നു. And we never thought that language could be used like that. ഈ കവികൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഈ ഭാഷയെ ഉപയോഗിക്കാം. നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണമായി ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ സ്ട്രെങ്ത് ഉണ്ടാവും, വലിയ ഫോഴ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ അപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നത്. Another thing is, as we know, they are making use of things like figures of speech. Say, like metaphor, like simile, okay, like meter, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കവിതയിൽ അവർ ഉപയോഗിക്കുന്നു. അത് ആക്ച്വലി മേക്കിംഗ് എ പോം ഡിഫറെൻറ്റ് ഫ്രം എ പ്രോസ് പീസ്. അലങ്കാരങ്ങളും വൃത്തങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കവിതയെ ഗദ്യത്തിൽ നിന്നും മാറ്റിയെടുക്കുന്നത്. ഇങ്ങനെ ഇത് ചെയ്യുന്നത് യാന്ത്രികമായി കൃത്രിമമായി ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് എൻ ആർട്ടിഫിഷ്യൽ ഡെക്കറേഷൻ ഓവർ ദ ബോഡി ഓഫ് എ പോം. ആക്ച്വലി ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കവിതയുടെ രൂപവും അതിൻ്റെ ഭാവവും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു കവിത ഒരു പ്രത്യേക രൂപത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇഫ് എ പോം ഈസ് an ode, if a poem is a lyric, if a poem is a sonnet, ആ രൂപത്തിൽ നിന്നും വേറിട്ട് ആ കവി ഉദ്ദേശിച്ച ആ അർത്ഥം ഒരിക്കലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ആ കവി തിരഞ്ഞെടുക്കുന്ന വൃത്തം, ആ കവി തിരഞ്ഞെടുക്കുന്ന റൈം സ്കീംസ്, ഓക്കെ, ആ കവി ഉപയോഗിക്കുന്ന റിതം, ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ആ ഒരു പ്രത്യേക ആശയത്തെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. സോ എ പോയിറ്റ്, ഇൻ ഷോർട്ട്, ദ പോയിറ്റ് ഈസ് യൂസിങ് എ ടെക്നോളജി, എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടെക്നോളജി വിച്ച് വി കോൾ specifically the figures of speech. He is applying all these tools into his craft. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? The poem is a finished piece of art. ഒരു കലാസൃഷ്ടിയായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ബാഹ്യരൂപത്തെ കുറിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, a poem is not about communicating an idea, a poem is about communicating an experience. ഒരു അനുഭവത്തെയാണ് കവി നമുക്ക് പകർന്നു തരുന്നത്. നമ്മളെ കൊണ്ട് ഒരു കാര്യം അനുഭവിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു കവിയുടെ ഒരു പ്രത്യേകത. സോ ഹി ഈസ് ഷെയറിങ് എൻ എക്സ്പീരിയൻസ് ആൻഡ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ എക്സ്പീരിയൻസ് ആസ് ദ പോയറ്റ് വാസ്. കവി അനുഭവിച്ച അതേ അനുഭവത്തെയാണ് നാം അനുഭവിക്കുകയും ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും കേന്ദ്രഭാഗം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് ആക്ച്വലി ടു പുട്ട് ടുഗെദർ ദാറ്റ് വിൽ മേക്ക് എ പോം. കവിത എന്താണ് എന്നുള്ളത് ഇത് നമുക്കൊരു സൂചന തരുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഡിസ്കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായ സവിശേഷമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്ന, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന, പ്രത്യേകമായിട്ടുള്ള ഫിഗേഴ്സും മറ്റ് ടെക്നീക്സും ഉപയോഗിക്കുന്ന ഒരു എക്സ്പീരിയൻസിനെ അതിൻ്റെ എല്ലാ ഇൻറ്റൻസിറ്റിയോടും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് കവിത എന്നാണ്. Okay, so this is what a poem is. I think I have given you a broad idea of this. Now we go to the last part of our question, that is how to appreciate a poem. By appreciation, we mean that we have experienced it. ആസ്വാദനം എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് കവിത മനസ്സിലായി എന്നുള്ളതല്ല, ആ കവിത നമ്മൾ അനുഭവിച്ചു എന്നുള്ളതാണ്. ദീസ് ടു തിങ്സ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. മനസ്സിലായി എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വി ഹാവ് ഫിസിക്കലി അണ്ടർസ്റ്റുഡ് ഇറ്റ്, വി ഹാവ് ജനറലി അണ്ടർസ്റ്റുഡ് ഇറ്റ്, വി ഹാവ് എക്സ്റ്റേണലി അണ്ടർസ്റ്റുഡ് ഇറ്റ്. ബാഹ്യമായി ഒരു സാധനം നാം മനസ്സിലാക്കി എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ആ കാര്യം, ആ കവിതയിലെ വികാരം, ആ കവിതയിലെ സെൻട്രൽ ആയിട്ടുള്ള ഫീലിംഗ്, അതിലെ സെൻസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു, അനുഭവിച്ചു എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്.
അപ്പോൾ അപ്രീസിയേഷൻ ഈസ് ബേസിക്കലി എബൌട്ട് എക്സ്പീരിയൻസിങ് ദ സെൻസ് ഓഫ് ദ പോം, ദ കോർ ഓഫ് ദ പോം, ദ തീം ഓഫ് ദ പോം. ഓക്കെ, അതിൻ്റെ തീം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വികാരം, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഇമോഷൻസും സെൻറ്റിമെൻറ്റ്സും ഫീലിങ്സും നമ്മൾ ഷെയർ ചെയ്തു എന്നുള്ളതാണ് അതിലെ ആസ്വാദനം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഓൾ തിങ്സ് വി ആർ അപ്രീഷിയേറ്റിംഗ് വെൻ വി ആർ അപ്രീഷിയേറ്റിംഗ് എ പോം? Firstly, we are appreciating the central emotions in it, the central feelings and emotions in it. Each poem is written as an expression of a particular emotion and a feeling. നമ്മൾ ഒരു വേർഡ്സ് വർത്തിൻ്റെ ഒരു ചെറിയ കവിത എടുക്കാം. ഓക്കെ, ചൈൽഡ് ഇസ് എ ഫാദർ ഓഫ് മാൻ ആൻഡ് ഐ വിഷ് മൈ days to be bound each to each by natural piety എന്ന് പറയുന്നു. This is an adoration of a child and this is an adoration of the childhood experience. ബാല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഒരു സെലിബ്രേഷനാണ്, ഒരു ആഘോഷമാണ് വേർഡ്സ്വർത്തിൻ്റെ ഈ പ്രശസ്തമായ വരികൾ. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ ആൻഡ് ഐ വിഷ് മൈ ഡേയ്സ് ടു ബി ബൗണ്ട് ഈച്ച് ടു ഈച്ച് ബൈ നാച്ചുറൽ പയറ്റി. ഐ വിഷ് I were as worshipful as I were when I was a child എന്നാണ്. ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ എന്തുമാത്രം ഇൻറ്റൻസിറ്റിയോടുകൂടി നേച്ചറിന് മൈ ഹാർട്ട് ലീപ്സ് അപ്പ് വെൻ ഐ ബിഹോൾഡ് എ റെയിൻബോ ഇൻ ദ സ്കൈ എന്നാണ്. കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു റെയിൻബോ ആകാശത്തിൽ കാണുമ്പോൾ എൻ്റെ ഹൃദയം ആകാശത്തോളം ഉയർന്നു എന്ന് പറയുന്നത് ആ ഒരു ദർശനം വയസ്സാവുന്ന സമയത്ത്, പ്രായമാവുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും ആ അർത്ഥത്തിൽ പ്രകൃതിയെ അതിൻ്റെ നിഷ്കളങ്കതയിൽ, അതിൻ്റെ ഇന്നസെൻസിൽ, അതിൻ്റെ പ്രൈം ബ്യൂട്ടിയിൽ എക്സ്പീരിയൻസ് ചെയ്ത ചൈൽഡ്ഹുഡാണ് ഏറ്റവും പ്രധാനം എന്ന് കവി പറയുകയാണ്. ഓക്കെ, സോ ഹി ഈസ് വർക്കിംഗ് ഓൺ എൻ ഇമോഷൻ. ഈ കവിതയിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക അനുഭൂതിയെ, അതായത് ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ചിട്ടുള്ള ഈ ഒരു ആരാധനയെ നമുക്ക് പകർന്നു തരിക എന്നുള്ളതാണ് ഈ ഒരു കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹി ഈസ് വർക്കിംഗ് ഓൺ എ സ്പെഷ്യൽ ഇമോഷൻ ഇത്. അപ്പോൾ വെൻ യു അപ്രീഷിയേറ്റ് ഇറ്റ്, യു ആർ പ്രൈമറിലി അപ്രീഷിയേറ്റിംഗ് ദ ഇമോഷൻ ദാറ്റ് ഹി ഹാസ് എക്സ്പ്രസ്ഡ്. ഡു യു എഗ്രി വിത്ത് ഹിം ഇസ് ദ ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക കവിത വായിക്കുമ്പോൾ കവി അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു വികാരത്തെ, ആ ഒരു അനുഭവത്തെ നാം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വി ആർ, നമ്മൾ മലയാളത്തിൽ അതിനെ സഹൃദയൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ വി ക്യാൻ സേ വി ആർ എ കിൻഡ്രഡ് സ്പിരിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ സമാന ഹൃദയൻ എന്ന് പറയാം. ഇറ്റ് മീൻസ് ദാറ്റ് വി ആർ ആസ് സെൻസിറ്റീവ് എ ഹ്യൂമൻ ബീയിങ് ആസ് ദ പോയിറ്റ് ഈസ്. കവി എത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണോ അതേ സെൻസിറ്റിവിറ്റിയുള്ള ഒരാൾ തന്നെയാണ് നമ്മളും എന്നാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ സെൻസിറ്റിവിറ്റിയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു കവിതയെ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു കവിത അയാൾ ആസ്വദിച്ചതായി ഒരു പ്രൂഫ് നമുക്ക് തരുവാൻ കഴിയുകയുള്ളൂ. Okay, so have we understood the emotion that is expressed there? Have we understood the feeling in which he has written the poem? This is our first question when we are writing an appreciation. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, how have we appreciated the language that he has used? ലാംഗ്വേജ് എന്നുള്ളത് കൊണ്ട് വാക്കുകൾ എന്നുള്ളത് മാത്രമല്ല അർത്ഥമാക്കുന്നത്. The way in which he has said something. തനിക്ക് പറയുവാനുള്ള കാര്യം ഭാഷ ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിൽ കവി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ച രീതി, ആ അവതരിപ്പിച്ച ഭാഷ, ആ അവതരിപ്പിച്ച ശൈലി, സ്റ്റൈൽ, ഡിക്ഷൻ, ഓക്കെ, ഹൗ വി അപ്രീഷിയേറ്റഡ് ഇറ്റ്. നമ്മളൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് കമ്മ്യൂണിക്കേറ്റഡ് ടു അസ് എന്നാണ്. സിൻസ് ദ പോയിറ്റ് ഹാസ് റിട്ടൺ ഇറ്റ് ഇൻ എ പെർട്ടിക്കുലർ വേ, ഇറ്റ് ഹാസ് അപ്പീൽഡ് ടു അവർ സെൻസിബിലിറ്റി, ഇറ്റ് ഹാസ് അട്രാക്റ്റഡ് അസ് and we have been carried away by the beauty of that language എന്നാണ് നാം പറയുന്നത്. അപ്പോൾ ആസ്വാദനത്തിൽ നാം എഴുതേണ്ടത് കവി ഈ ഒരു പ്രത്യേക ആശയത്തെ ഈ ഒരു പ്രത്യേക ഭാഷ ഉപയോഗിച്ച് ഈ ഒരു പ്രത്യേക ശൈലിയിൽ എഴുതിയത് കൊണ്ട് നാം അതിൽ മുഴുകിപ്പോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ വേർഡ്സ് ഡൂയിങ് ഇൻ എ പോം? വേർഡ്സ് ആർ റെപ്രസെൻറ്റിംഗ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഇൻ എ പോം, and our prime duty in writing an appreciation
is to sense the special words that are used, the special words, the special phrases that are used by the poet, and decode them so that we can experience them. കവി ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേക വാക്കുകളുടെ, പ്രത്യേക ശൈലികളുടെ, പ്രത്യേക പദപ്രയോഗങ്ങളുടെ ചാരുത, അതിൻ്റെ ബ്യൂട്ടി കണ്ടെടുത്ത് അത് നാം ആസ്വദിച്ചു എന്നുള്ളത് എഴുതുകയാണ് അപ്രീസിയേഷനിലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്. ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൗ ഹാവ് വി അപ്രീഷിയേറ്റഡ് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. Figures of speech are not a mechanical, not an artificial addition to poetry. കവിതയിൽ യാന്ത്രികമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമല്ല മെറ്റഫേഴ്സ് എന്ന് പറയുന്നതും സിമിലീസ് എന്ന് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കവിതയുടെ കോർ തന്നെയാണ്. ഒരു കവിതയുടെ ന്യൂക്ലിയസ് തന്നെയാണ് അതിൽ ഉപയോഗിക്കുന്ന മെറ്റഫേഴ്സും സിമിലീസും എല്ലാം. Okay, so the poet is using symbols, he is using verbal images, okay, and he is using metaphors, all these things. How have each of these things that are used by the poet enhance our experience? But the final question is whether we have experienced the poem. നമ്മുടെ അനുഭവത്തെ ഈ ഓരോ ഇമേജുകളും ഈ ഓരോ മെറ്റഫറുകളും എന്തുമാത്രം സ്വാധീനിച്ചു, അത് നമ്മളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു, ഈ കവിതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു എന്നാണ് ആസ്വാദനത്തിൽ നാം എഴുതുന്നത്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ദ നെക്സ്റ്റ് തിങ് ഈസ് what do we feel about the rhythm of the poem? ഈ rhythm എന്ന് പറയുന്നത് അതിൻ്റെ താളമാണ്. And we are not speaking about the external rhythm, we are speaking of the internal rhythm. കവിത എന്ന് പറയുന്നത് എപ്പോഴും മെട്രിക്കലി കമ്പോസ്ഡ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. വൃത്തത്തിലല്ലാതെ എഴുതപ്പെട്ട നല്ല കവിതകളുമുണ്ട്. സോ ഫോർ എക്സാമ്പിൾ T.S. എലിയട്ടിൻ്റെയൊക്കെ വലിയ കവിതകൾ, സേ ദ വേസ്റ്റ് ലാൻഡ്, അതുപോലെയുള്ള കവിതകളൊന്നും they are actually നോട്ട് കമ്പോസ്ഡ് ഇൻ ദ മെട്രിക്കൽ പാറ്റേൺ. വൃത്തത്തിലല്ല എഴുതിയിരിക്കുന്നത്, പക്ഷെ അവ അപ്പോഴും കവിതകൾ തന്നെയാണ്. അപ്പോൾ കവിതയുടെ താളം എന്ന് പറയുന്നത് ആന്തരികമായ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇന്നർ മ്യൂസിക് എന്ന് പറയുന്നത്, ഹാവ് വി അപ്രീഷിയേറ്റഡ് ദാറ്റ്? അപ്പോൾ ഒരു അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് ദീസ് ആർ ജസ്റ്റ് സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഈ കാര്യങ്ങൾ മുഴുവൻ ഹാവ് വി എക്സ്പീരിയൻസ്ഡ് ഓൾ ദോസ് തിങ്സ് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിരിക്കണം നാം എഴുതുന്ന ഒരു അപ്രീസിയേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ കുട്ടികൾ എഴുതുന്ന അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ കവിതയുടെ ഒരു പരാവർത്തനം, അതിൻ്റെ ഒരു ആശയം എടുത്ത് എഴുതി വെക്കുക, അതുപോലെ അതിലുപയോഗിച്ചിരിക്കുന്ന ചില മെറ്റഫറുകളുടെയും സിമിലീസിൻ്റെയും ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു റൈം സ്കീം മാർക്ക് ചെയ്ത് വെക്കുക. ഇതിനപ്പുറത്തേക്ക് നാം ഒരു അപ്രീസിയേഷൻ എഴുതാറില്ല. ഇത് അല്ല യഥാർത്ഥത്തിൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു അപ്രീസിയേഷനിൽ നമ്മൾ തെളിയിക്കുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന്, വി ഹാവ് ദ എബിലിറ്റി ടു എക്സ്പീരിയൻസ് എ പോം മോർ ദാൻ അണ്ടർസ്റ്റാൻഡിങ് എ പോം. ഒരു കവിത മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു കവിത വായിച്ച് ആസ്വദിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് നാം നമ്മുടെ ആസ്വാദന കുറിപ്പിലൂടെ തെളിയിക്കുകയാണ്. രണ്ട്, നാം തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കവി ഏതൊരു എക്സ്പീരിയൻസ് ആണോ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ എക്സ്പീരിയൻസിനെ അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി ആ കവിത വായിക്കുമ്പോൾ നമ്മളും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം റൈറ്റിംഗ് എ പാരഫ്രൈസ്. ആ കവിതയുടെ പരാവർത്തനം എഴുതുന്നതിൽ നിന്നും ഇത് ഡിഫറെൻ്റ് ആണ്. മൂന്നാമത്, ഹൗ വി ഹാവ് അപ്രീഷിയേറ്റഡ് ദ ലിംഗ്വിസ്റ്റിക് ഡിവൈസസ് ദാറ്റ് ആർ യൂസ്ഡ്. ഈ കവി ഉപയോഗിച്ചിട്ടുള്ള ഭാഷയുടെ സവിശേഷതകളെ നാം ഏത് തരത്തിൽ കണ്ടറിഞ്ഞ് ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നാലാമതായി, ഹൗ ഡു വി അപ്രീഷിയേറ്റ് ദ ട്യൂൺ ഓഫ് ഇറ്റ്, ദ റിതം ഓഫ് ഇറ്റ്, ദ ഇന്നർ ടോൺ ഓൺ വിച്ച് ദ പോം ഈസ് ബിൽറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഈ കവിതയുടെ ഒരു ഇന്നർ ടോൺ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള സെൻറ്റിമെൻറ്റിനെയാണ്, ഏത് തരത്തിലുള്ള ഫീലിങ്ങിനെയാണ് ആ ടോൺ സൂചിപ്പിക്കുന്നത്, അത് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. അങ്ങനെ വി ഹാവ് വാക്ക്ഡ് along with the poet and we have shared the experience at the same intensity എന്ന് പ്രൂവ് ചെയ്യുന്നിടത്താണ് നമ്മളൊരു അപ്രീസിയേഷൻ എഴുതുന്നത്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു റീഡ് ആസ് മെനി പോംസ് ആസ് പോസിബിൾ. പറ്റാവുന്നിടത്തോളം കവിതകൾ ഉറക്കെ വായിച്ച് നാം ഹൃദയസ്ഥമാക്കുകയോ അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കുകയോ വേണം. we need to be keeping company with poems. സദാ നമ്മൾ കവിതകളെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. അതുകൊണ്ട് നമുക്ക് രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈസ്തറ്റിക് സെൻസിനെ അത് സ്ട്രെങ്തൻ ചെയ്യും, നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കും. രണ്ടാമതായി, നമുക്ക് നല്ല അപ്രീസിയേഷൻസ് എഴുതുവാൻ കഴിയും. നമ്മുടെ ക്രിട്ടിക്കൽ സെൻസിബിലിറ്റി കൂടുതൽ ഷാർപ്പാവും.
Okay, we will go to another session on the exact writing of an appreciation of a poem in another video. Thank you for watching.